പുത്തനമ്പലം ശ്രീനാരായണപുരം ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട കാവടിപ്രിയൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓഫീസ് ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും നടന്നു. പുത്തനമ്പലം ശ്രീനാരായണപുരം ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട കാവടിപ്രിയൻ വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓഫീസ് ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും നടന്നു. സുനിൽകുമാർ തെക്കേ പേരവളി കാവടിപ്രിയന്റെ ഈ വർഷത്തെ ഉത്സവ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അഖിലാഞ്ജലി ഗ്രൂപ്പ് MD-യും മുഖ്യ രക്ഷാധികാരിയുമായ PD ലക്കി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈരജിത്തിന് നോട്ടീസ് കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. രക്ഷാധികാരികളായ R. അശ്വിൻ, TP കനകൻ, ജിനി എന്നിവർ സംസാരിച്ചു. കാവടിപ്രിയൻ പ്രസിഡന്റ് P. ആനന്ദമയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി GP ഷൈൻ സ്വാഗതവും S. ദിലീപ് നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പുറത്തുള്ള ആളുകൾക്കൊരു വിശ്വാസം നല്ലവണ്ണം ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അത് ക്ഷേത്രം ഇങ്ങനെയാണ്. പക്ഷേ ഇപ്പം ചെന്ന് കണ്ടപ്പോഴാണ് അതിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ ഇവിടെയുള്ളവർ അവരവരുടെ ഓരോ തൊഴിലിന് ഇപ്പം ഞങ്ങളുടെ 1600 മെമ്പർമാരേ ഉള്ളൂ നാലുടങ്ങര. പക്ഷെ ഒരു വീട് 20,000 രൂപയായാലും ആദ്യത്തെ ദിവസം തന്നെ 3 ലക്ഷം, 5 ലക്ഷം, അതുപോലെ വൻ തുക. ഈ അമ്പലത്തിൻ്റെ അതിർത്തിയിലുള്ളവർ പോലും 6 ലക്ഷം രൂപ ഫ്രണ്ട് കട്ടളയ്ക്ക് അത് ഞാൻ ചോദിച്ചിട്ട് തന്നെ തന്നതാണ്. അവർ ഒരു ഇലക്ട്രിക്കൽ PWD എഞ്ചിനീയർ ബാബു അറിയാം, അവരുടെ വീട്ടിൽ നിന്നാണ് തന്നത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയവർ ഇവിടെയുണ്ട്. പക്ഷെ അല്ലാതെ തന്നെയൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. അതും ഇതുപോലുള്ള കൂട്ടായ്മകൾ തമ്മിലുള്ള ഒരു മത്സരബുദ്ധി വേണം. എന്ത് സംഗതി ചെയ്യുമ്പോഴും അവർ ചെയ്യുന്നതിൽ ഒരുപടി കൂടുതൽ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആ മത്സരബുദ്ധികളും, അത് ഭഗവാനോടുള്ള മത്സരമല്ല, അത് ക്ഷേത്രം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം. അതിൽ ഏതായാലും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും എന്തെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് എല്ലാം ചെയ്യാനും കുറേ പേരെ കൊണ്ട് അവിടെ സ്പോൺസർ ചെയ്യിപ്പിച്ചു പോയി. അതല്ലെങ്കിൽ 1-2 കാര്യം ഇപ്പോൾ സ്വർണ്ണക്കൊടി വരെ തന്നെ ഞാനാണ്, അത് 30 ലക്ഷം രൂപയാണ്. അപ്പോൾ അതുപോലെ ഞാൻ പലരെ വിളിച്ചു പറഞ്ഞ് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കളക്ട് ചെയ്ത് അപ്പോൾ ഇനി ഇതിന് വേണ്ട സഹായത്തിന് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി അത് ആരുണ്ടെടുത്തതെന്ന് ഓർത്തെടുക്കണം. എന്നൊക്കെ അറിയാമല്ല, കുറേ പേരെയൊക്കെ ഓർത്തെടുത്താൽ ഞങ്ങളുടെ അവിടുത്തെ പോലുള്ള തൊഴിൽ മേഖലയല്ല. അവിടെ ഈ ചെമ്മീനും മറ്റുള്ളതും ഒക്കെ ആയിട്ട് ഇച്ചിരി സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് എന്നാൽ കഴിയാവുന്ന എല്ലാവരും ഇതിന് ശക്തി പകരാനും ഇതിന് നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവരുടെ കൂടെ പ്രവർത്തിക്കാനും എല്ലാത്തിനും ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പോടെ